സങ്കീർത്തനം 64. കുടിലബുദ്ധിയെ തകർക്കണമേ. ദാവീദിൻ്റെ സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആവലാതി കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ. ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടിലതന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ. അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവർ പരുഷവാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു. അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു. പെട്ടെന്ന് കൂസലെന്നിയെ എയ്യുന്നു. അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എവിടെ കെണിവെക്കണമെന്ന് അവർ ആലോചിക്കുന്നു. അവർ വിചാരിക്കുന്നു, ആര് നമ്മെ കാണും? നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും? കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത്. മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം! എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും. നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും. അവരുടെ നാവു നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും. കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും. അപ്പോൾ സകലരും ഭയപ്പെടും. അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും. അവിടുത്തെ ചെയ്തികളെക്കുറിച്ച് ധ്യാനിക്കും. നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ. അവൻ കർത്താവിൽ അഭയം തേടട്ടെ. പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ.